You've reached the end of your path, Survivor. Just as Helena Walker once did. It is here that she and her allies faced their final battles. It's up to you to make sure their sacrifices weren't in vain. The alien element that ended our world has willed a titanic adversary into being. അതുകൊണ്ട് എടുത്ത് കളിച്ചാണെങ്കിൽ ഇപ്പൊ നമ്മൾ കളിച്ചതിനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ആണെങ്കിൽ കാണാൻ നമുക്ക് അവിടെ പോയി കാണാവുന്നതാണ്. ഞാൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. സോ ആ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഹെലീനയാണ്. ഹെലീന എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാപ്പിൽ പലതരത്തിലുള്ള ടെക് പരമായിട്ടും കുറേ എക്സ്റ്റിൻറ്റ് ആയിട്ടുള്ള കിടക്കുന്ന ഒരു എർത്താണ്, അതായത് പോസ്റ്റ് അപ്പോക്കലിപ്റ്റ് വേൾഡ് ആണെന്നാണ് അവർ പറയുന്നത്. സോ ഇവിടെ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞത് കുറച്ച് റിസ്ക് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പൊക്കി വിടേണ്ട കേസ്. അതായത് കളിയിലോട്ട് കയറി ഓവർ ഗ്രാഫിക്സ് വന്നു കഴിഞ്ഞാൽ ഒന്നാമത് എക്സ്റ്റൻഷനാണ്, നല്ല ലോഡ് വരുന്ന മാപ്പാണ്. സോ നമുക്ക് ഈ ലൈറ്റിൻ്റെ ഷാഫ്റ്റ് കുറച്ച് കഴിയാം ഓഫാക്കിയിടാം. എന്തായാലും ഞാൻ മീഡിയം ഗ്രാഫിക്സിന് പോക്കില്ല, കാരണം ലോ ഗ്രാഫിക്സിൽ കളി കാണാൻ ഒരു രസം ഉണ്ടാവില്ല ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല, ഈ ഒരു ഇതിൽ തന്നെ കളിച്ചാൽ മതി. ഓക്കെ, സോ ഈ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ സ്പോൺ ആയിട്ടുള്ളത്. ഇതിപ്പോൾ എവിടെ ഒന്നും അറിയില്ല, കണ്ടോ, ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റ് വേൾഡാണ് ഈ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംഭവം നൈസ് മാപ്പാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇതിങ്ങനെ ചെറിയ ഡിവൈസിൽ ലോ ആൻഡ് മിഡിൽ തന്നെ നല്ല രീതിയിൽ വർക്ക് ആവില്ല. ഇതിപ്പോൾ ഇതിൻ്റെ 778 സ്നാപ്ഡ്രാഗനും 12 GB റാമും 256 GB സ്റ്റോറേജൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫോണിൽ. മീഡിയം ഗ്രാഫിക്സിൽ ഇത്ര ഒരു FPS കളിക്കാനുള്ളൂ. ഏകദേശം ഒരു 25 FPS ഒക്കെ ഉണ്ടാവും ഏക്കാരം, എനിക്കറിയില്ല. ഏതായാലും നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ കളിക്കാൻ നിന്നാൽ മതി ഗൈസ്. ഒരു വെറുതെ ചെറിയ ഫോണൊക്കെ ആയിട്ട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കളിനോട് അഡിക്ഷൻ ആവുകയും ചെയ്യും, കളിക്കാൻ നിൽക്കാനായിട്ട് കഴിയില്ല, പിന്നെ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം, നിങ്ങൾ നല്ലൊരു ഫോണില്ലാതെ കളിക്കരുത്. ഓക്കെ, നല്ലൊരു ഫോണായിട്ട് കളിക്കില്ലെങ്കിൽ നല്ല ഫോണുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. ഒരു മാരകൈറ്റാണ് കേസ്. അതുകൊണ്ട് എൻ്റെ ഫോൺ നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പെക്സുള്ള ഫോണായിട്ട് കൂടി നല്ല രീതിക്കുള്ള FPS കാര്യങ്ങൾ കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയൊക്കെ ഒന്ന് എത്തുമ്പോൾ വലിയ സീനില്ല കേട്ടോ, ഈ ഏരിയയിലൊന്നും എത്ര സീനില്ല. പക്ഷെ നമ്മളിങ്ങോട്ട് തിരിയുമ്പോൾ ഇവിടെ ലോഡ് കൂടുതലുണ്ടോ, അപ്പോൾ അവിടെ ലാഗ് വരാൻ തുടങ്ങി. അതൊക്കെയാണ് സംഭവം. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കാം. സോ ആർക്ക് തുടങ്ങുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളായിട്ട് ചെയ്യേണ്ടതായിട്ട്, കുറേ കല്ല് നിലത്തുനിന്ന് പെറുക്കാണ്ട്, അതേപോലെ തന്നെ കുറേ ഇല പറിക്കാണ്ട്, പിന്നെ കുറേ ബേറി പറിക്കാണ്ട്, പിന്നെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുത്തി കുറച്ച് വുഡും താച്ചൊക്കെ കളിക്കാണ്ട്. ഇറങ്ങിയിട്ടില്ല അപ്പത്തി വെള്ളത്തിന് അയച്ച് ഈ മാപ്പിൽ ഇപ്പോൾ ഇവിടെ വെള്ളം കിട്ടുക, ഈ ഏരിയയിൽ വെള്ളം ഉണ്ടാവുള്ളൂ ഗൈസ്. അവിടെ എന്തോ ഒരു സാധനം ഉണ്ട്, റോബോട്ട് ഉണ്ട് ഗൈസ്. എന്താണെങ്കിലും നമ്മളിപ്പോൾ ഒന്നും അങ്ങോട്ട് ഇറങ്ങണില്ല, ചിലപ്പോൾ അത് മേത്ത് മാതിക്കാളും. അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം വെള്ളം കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വടിയാവും ഗൈസ്. വെള്ളം ഇവിടെ ഉള്ളത് ഒരു ഐഡിയ ഇല്ല. വെള്ളം ഇപ്പോൾ ഇവിടുന്ന് കിട്ടുക. വെയിറ്റ്, മാപ്പ് ഉണ്ടല്ലോ, മാപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഐഡിയ കിട്ടും. പഴയ ആർക്കിൽ മാപ്പൊക്കെ എടുക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ടാവുക, നമ്മളെ ഹോട്ട് ബാർ, ഇതിന് ഹോട്ട് ബാർ എന്നാ പറയുക ഈ സാധനത്തിന്. ഈ ഹോട്ട് ബാറിൽ തന്നെ ഒരു ഐക്കൺ ഉണ്ടാവും, അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം മാപ്പ് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ മാപ്പ് എടുക്കണമെങ്കിൽ സ്ലൈഡിൽ പോയാൽ വിഷയമാണോ, അവിടെ ടോപ്പിൽ മാപ്പ് എടുക്കണം, എന്തൊക്കെ പണിയാണ്. നല്ല ഡിവൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പഴയ ആർക്ക് ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് കളിച്ച് നോക്കിയിട്ടോ. കളിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ആർക്ക് കളിക്കാനുള്ള വഴി നോക്കി. കാരണം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. ഈ ആർക്ക് എന്ന് പറഞ്ഞ ഈ സംഭവം നമ്മളിപ്പോൾ വടിയാവും ഗൈസ്, നമ്മളിപ്പോൾ വടിയാവും. വെള്ളം കുടിക്കാനില്ല. ഈ അടിയിൽ കണ്ട ഒരു സാധനങ്ങൾ തിരിച്ച് പൊന്തി വരുന്നത് ആ ക്രോസിലുള്ളതാണ് നമ്മളെ ഹെൽത്ത്. അതിൻ്റെ അപ്പുറത്തുള്ളത് നമ്മുടെ XP ആണ്, അതായത് നമ്മുടെ എക്സ്പീരിയൻസ് കൂടെയാണ്. ഇപ്പോൾ നമ്മൾക്ക് ലെവലപ്പ് വന്നിട്ടുണ്ട് ഓൾറെഡി, മുകളിൽ 3 ലെവലായിട്ടുണ്ട്. ഇതൊന്നും ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം നമുക്ക് ചെയ്യേണ്ടതുണ്ടപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ഓരോ ലെവലും ഓരോ സ്റ്റാറ്റിന് കൊടുക്കാം. ആദ്യം നമുക്ക് എന്താക്കാം, വെയിറ്റിന് കൊടുക്കാം, പിന്നെ മൂവ്മെൻറ്റ് സ്പീഡിലാണ് കൊടുക്കാം. മൂവ്മെൻറ്റ് സ്പീഡ് അത്യാവശ്യം പെട്ടെന്നാവും, ചിലപ്പോൾ വലിയ ഡൈനോസ് വായിത്തല പറയാം. ആ നേരത്തെ നമുക്ക് വെയിറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, മൂവ്മെൻറ്റ് സ്പീഡ് തന്നെ വേണം. മോനെ ഇതിപ്പോൾ വെള്ളം കിട്ടാനെങ്കിൽ ഇപ്പം ഞാനെന്ത് കാട്ടുക കുറച്ചോനെ. ഫൈറ്റാണോ, ഞാൻ ഇടപെടണ വെറുതെ തരാൻ പോലെ കൈയും കാലം കൊണ്ട് മാന്തു വാങ്ങുന്നു. അടങ്ങി ആ ഭാഗത്ത് കൂടെ സൈഡിൽ കൂടെ പോയിക്കാം.
നമ്മളിപ്പോൾ ബോധം കെട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും മഴ വന്നാൽ നമ്മളെ കൊല്ലും ചെയ്യും. ജീവൻ അതാ കുറയുന്നു വെള്ളം കിട്ടാനുണ്ട്. ഒന്ന് കൊന്നെന്നാ നിങ്ങളൊന്ന് കൊന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് പറ്റും. അത് നോക്കുകയാണെങ്കിൽ ഉരുണ്ടു പോണാ മറ്റേ പണ്ട് ബെൻറ്റൻ്റെ ഉണ്ടല്ലോ, ബെൻറ്റൻ്റെ ഒരു ഫോം അങ്ങനെ ഉരുണ്ടു പോണ ഒരു ചക്രം പോലത്തെ ഒരു സാമാണ് ഒരു ഇതൊന്ന് കൊന്നു കാട്ടറോ ഇതൊന്നും ഇപ്പോൾ ഇല്ലടാ. ഓരോന്നിട്ട് വീണാ പിന്നെ അവിടെ കിടക്കലുണ്ടാവും. ഗെയിം ചെയ്യുന്നത് അതിൻ്റെ മുമ്പ് ആരെങ്കിലും ഒന്ന് കൊന്നു വേറെ എവിടെ സ്പോണാ എൻ്റെ മുത്ത് ഒന്ന് നിൽക്കടാ അവിടെ അതൊന്ന് കൊന്നു കാടാ. അവരൊക്കെ എന്താ കണ്ണിച്ചോറില്ലാത്ത ടീമൊന്നും അല്ലെങ്കിൽ കാണാൻ എല്ലാം എൻ്റെ വയറ്റിലുണ്ടാവും. ഒന്ന് കൊല്ലടാ അവിടെ നിർത്താനുള്ള നേരം മിസ്റ്റേക്കും ആവും. ചാവണ വരെ അവിടെ കിടന്നു ഇതിൻ്റെ ഈ ആർക്കും വേണ്ട ഈ ഗെയിമിൻ്റെ ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏർലി ഗെയിം എന്ന് പറയും. ഏർലി ഗെയിമിൻ്റെ ടൈമിൽ ഭയങ്കര സ്ട്രഗിളാണ് ഉണ്ടാവുക. അതുകൊണ്ട് പൂർണ്ണമായി കിട്ടാൻ ഒരു മിഡ് ഗെയിമൊക്കെ എത്തിക്കിട്ടാനായിട്ട് ഭയങ്കര റിസ്ക്കാണ്. സോ മിഡ് ഗെയിമൊക്കെ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ രക്ഷയില്ലാത്ത പോക്കാവും കളി. അമ്മൊരു അഡിക്ഷൻ ആവുന്ന സാധനമാണ്. കളിച്ച് നോക്കിയാൽ മതി. എന്താ ഇപ്പം ചെയ്യേണ്ടതോ ഇത് വെള്ളമില്ല. ഈ മാപ്പിൽ ഇനി വെള്ളം ഇല്ലേ? വെള്ളത്തിൻ്റെ ഏരിയ ഒന്നും ഇല്ലേ? വെള്ളം വരാം കുറച്ചുകൊണ്ട് പോയാൽ വരാം. അവനെ ഒരു 2 HP ഉള്ളൂ ഇനി കുറയാനാകും കൂടിയാണ് കുറഞ്ഞ ചത്തൂട് വേഗം വേറെ ഇവിടെ പോണാണ്. ഈ ഏരിയയിൽ തന്നെ വെള്ളമില്ല. എന്താ ചെയ്യുക? വെള്ളമില്ല ഒരു രാത്രി. ഇവിടെ ചെറിയ റെൻഡറിൻ്റെ ഒരു പ്രശ്നമുണ്ട്, വേറെ ഒന്നും റെൻഡറിൻ്റെ പ്രശ്നം തന്നെയാണോ അതോ ഇനി ഇങ്ങനെ തന്നെ വേറെ പോകെ സംഘം ഫോറസ്റ്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു ഫോറസ്റ്റ് ഒക്കെ ഇല്ല. അപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടാവാനാണ് കാടാണ്. നേരത്തെ നമ്മള് ഒരു മറ്റേ ബിൽഡിംഗ് ഒക്കെ മറിഞ്ഞിട്ട് വിൽക്കാനായ ഒരു ഏരിയ ഒരു ബയോമിലായിരുന്നു. ഇപ്പൊ നമ്മള് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ശരിക്കൊരു കാട്ടിൻ്റെ ഉള്ളിൽ എത്തി. മരി കാടില് മുതലാട്ടാ ഇത് മുതലാവുന്നത്. എക്സ്റ്റൻഷൻ മാപ്പ് വെറുതെ വർക്കാണ് പറയുന്നത്. സംഭവം നൈസ് മാപ്പ്. എനിക്ക് കാണാണ്ട് പിടിച്ചുപോയി വല്ലാണ്ട്. ചാവണേൻ്റെ മുമ്പ് ഇവിടെ എത്താൻ നോക്കി ചങ്ങായി. അതാ മറ്റേ തുമ്പിയല്ലേ, മഗ്ന്യൂറാന്ന് പറയും. അതൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. മഗ്ന്യൂറാന്ന് അതിൻ്റെ പേര്. മഗ്ന്യൂറ ഇങ്ങനെ നേരെ പൂവന്നെ. ഒരു എത്തുമ്പോഴും ഒന്നുമില്ല, എങ്ങനെയാ പൂവന്നെ. സംഭവം നൈസില്ലേ സ്ഥലോ. സംഘം ഫോറസ്റ്റ് ആ പേരിൽ തന്നെ ഉണ്ട്, സംഘൻ ഫോറസ്റ്റ്. അരുവി എടാ ഗൊമ്മാളെ. സംഭവം നോക്കിയാ നൈസ് സ്ഥലമായിട്ടാ മോനെ. ആണെങ്കിൽ ഒരു നല്ല രസമുള്ള വെള്ളച്ചാട്ടം, ഒരു അരുവി. ഇതിൻ്റെ ഈ ഏരിയയിലൊക്കെ ഒരു ബേസ് എടുക്കണല്ലേ, ഏറ്റവും നൈസ് ആവിട്ടാ. ഈ അരുവി പോകുമ്പോൾ നീല വെള്ളം, അവിടെ അടിയിൽ ഒരു വലിയ തടാകം ഉണ്ട്. ആ തടാകത്തേക്കാണ് ഈ വെള്ളം മൊത്തം പോണത്. ഇതൊക്കെ മേലെന്ന് ക്രിസ്റ്റൽ പാത്തൊരു വൃത്തിക്ക് ഇതെനിക്ക് വല്ലാണ്ട് ഇഷ്ടം. എന്ത് രസമുള്ള സ്ഥലമാണ്. ഇതൊക്കെ കാണാൻ കഴിയുന്നത് നിങ്ങൾ കാണുകയൊക്കെ എന്താണെന്ന് എനിക്ക് പറയാം. വാക്കുകളില്ല. ഡെവലപ്പേഴ്സ് ആക്സസ് അത്രേ ഉള്ളൂ പറയാൻ. ഒരു വലിയ വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിന് വെള്ളം ഇങ്ങനെ ചാടും. എന്ത് രസമുള്ള സ്ഥലം. ഞാൻ ഇവിടെ ഒരു ബേസ് കിട്ടിയാൽ ആലോചിക്കാം. ഉള്ള ഈ ഒരു എസ്പേസും പറയുന്നത് അറിയാം. വെജിറ്റേറിയൻ ചാനലാണ്. അയാളെ തൊഴിലാന്ന് പോകും പറയാൻ എന്നോട് ക്ഷമിക്കാം. ഓക്കെ, ഞാനിപ്പോൾ എന്താ അങ്ങനെ ആലോചിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം എനിക്ക് ரொம்ப പിടിച്ചിരിക്കും. ഞാൻ എനിക്ക് എന്നെ പറഞ്ഞ പോറേന്നാ ഇവിടെ ഒരു ബേസ് വെക്കാൻ പോകുന്നു, അത്രേ ഉള്ളൂ.
സംഭവം നോക്ക് ഗൈസ്, ഇങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് ഒരു ക്ലിഫ് മോഡൽ ഒരു ബേസ് കൊണ്ട് വെക്കാം. ഇവിടുന്ന് ഒരു ക്ലിഫ് മോഡൽ ബേസ്, ഇനി അത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു ബ്രിഡ്ജ് പോലെ കെട്ടിക്കാണ്ട് ബേസിന്റെ പകുതി ആ ഭാഗത്തും പകുതി ഈ ഭാഗത്തുമായിട്ട് നമുക്ക് എന്താക്കാം, ഒരു ബേസ് കൊണ്ട് വെക്കാം. ഏത് മൂട് ഇപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാനൊരു ബ്രിഡ്ജ് പോലെ ഒരു പേര ഉണ്ടാവും, ഇപ്പുറത്ത് കിടക്കാൻ അതേപോലെ തന്നെ സംഭവം. അങ്ങോട്ട് നല്ല വ്യൂ, ഇങ്ങോട്ട് നല്ല വെള്ളച്ചാട്ടം. ഊഫ് നൈസ് ആവും മറ്റു. നമുക്ക് ആലോചിച്ചൊക്കെ ആ ഒരു ഫീല്. ഊഫ് എമ്മാരി നൈസ്. എന്ത് രസമായി വെള്ളച്ചാട്ടം, ഈ അരുവി കാണാന്. എക്സ്റ്റിങ്ഷൻ ഈസ് ദ ബെസ്റ്റ് മാപ്പ് ഐ ഹാവ് എവർ സീൻ ഇൻ ആർക്ക് ബ്രോ. ഞാൻ ഈ ആർക്കിൽ കുറേ മാപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കുറേ മാപ്പിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് ഞാൻ എക്സ്റ്റൻഷനിൽ ആദ്യമായിട്ട് കാണാം, എക്സ്റ്റൻഷൻ മാപ്പ് തന്നെ ആദ്യമായിട്ട് കാണും. മോനെ മപ്പ് സാധനം ഗൈസ്. ഞാൻ ഉള്ളത് പറയാതെ ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി ഗെയിം കളിക്കാൻ നോക്കുക. ഓക്കെ, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കളിക്കാൻ നോക്കുക. കാരണം ഇത് പറയാൻ വാക്കുകളില്ല, അത്രേ ഉള്ളൂ പറയാൻ. ഓക്കെ, സോ ഗുഡ് ലക്ക് ഗൈസ്. കളിച്ച് തുടങ്ങുന്നവർക്ക് ഇത് ഗുഡ് ലക്ക് പറയാണ്. ചിലപ്പോൾ കളിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും, വിഷമിക്കാതിരിക്കുക. ഫ്യൂച്ചറിൽ എന്തായാലും കളിക്കാൻ നോക്കൊക്കെ. ഇതെന്താ പറയുക, ഞാൻ പറഞ്ഞുതരാം. ഒരു ഗെയിം മാത്രമായിട്ട് നിങ്ങളിതിനെ കാണുക. നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇതിനുണ്ട്. നമ്മൾ മൈൻക്രാഫ്റ്റ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒരു എന്താ പറയുക, മൈൻക്രാഫ്റ്റ് ഇപ്പോൾ ഒരു 2D വെർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഏകദേശം നമുക്കറിയാം ഒരു 2D വിട്ടിട്ടുള്ളൊരു സംഭവം. അതായത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗെയിം, അത്രേ ഉള്ളൂ. മൈൻക്രാഫ്റ്റ് നോൺ റിയലിസ്റ്റിക് ഒരു ഫാൻറ്റസി ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിം, അത്രേ ഉള്ളൂ സംഭവം. ഒരു രക്ഷയില്ല. സോ നമ്മൾ ഇതൊരു സീരീസ് ആയിട്ട് മുമ്പോട്ടുണ്ടാവാൻ നല്ല സാധ്യത ഉണ്ട്. ഇങ്ങനെ സപ്പോർട്ട് ഈ വീഡിയോക്ക് നല്ല അത്യാവശ്യം വ്യൂസ് ഒക്കെ ആയി, നിങ്ങളെ സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സീരീസ് എന്താവും, ഷുവറായിട്ട് നമ്മളിതൊരു സീരീസ് ആയിട്ട് കൊണ്ടുപോകും. കാരണം അത്രക്കും കൂടി ഈ മാപ്പിൽ കളിക്കാനായിട്ട്. ഈ മാപ്പ് എന്ത് രസം കഴിയും. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ബേസ്, അങ്ങനെ ഓവർ വലിപ്പും കാര്യങ്ങളും ഞങ്ങൾക്ക് ഞാൻ അറിയാത്തതുകൊണ്ടാണ്. ഞാനിങ്ങനെ വലിയ ബിൽഡറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് കഴിയണതിൻ്റെ പരമാവധി നമുക്ക് ഈ ഗെയിമിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. സോ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതിനൊക്കെ നമ്മൾ വെറുതെ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ആരും കാണുന്നൊന്നും വലിയ കാര്യമില്ല. സോ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഈ വീഡിയോ ഫസ്റ്റായിട്ട് വിടുന്നത്, ഫസ്റ്റ് എപ്പിസോഡായിട്ട് വിടുന്നത്. സോ എല്ലാവരും സപ്പോർട്ടാക്കും. പിന്നെ ഈ ഒരു നിങ്ങൾക്ക് കളിക്കാൻ കഴിയാത്ത കുറേ പേരുണ്ടാവും. അവർക്കൊക്കെ ഇതിൻ്റെ കൂടെ ഇരുന്നാണ്ട് നിങ്ങൾ കളിക്കുന്ന പോലത്തെ ഫീലോട് കൂടി തന്നെ നമ്മൾ ഈ ഗെയിമിലെ കണ്ട് മുമ്പോട്ട് പോവാം. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ കൂടിക്കൊണ്ട് എല്ലാവരും നമുക്ക് എൻജോയ് ചെയ്ത് മുമ്പോട്ട് പോവാം. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ ഗൈസ്, സീ യു ലേറ്റർ, മേ ബി ടുമാറോ ഓർ ഡേ ആഫ്റ്റർ ടുമാറോ. ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് ഓരോ മനുഷ്യൻ്റെ സ്ഥിതി. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഞാൻ പ്രതീക്ഷയോടെ വീഡിയോ ഇടാൻ നോക്കാം. ഓക്കെ, ബൈ. ഹലോ, സോറി, വണ്ടർഫുൾ ഡേ.